പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. വചനജ്വാല ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഒരു നല്ല പ്രഭാതം, ഒരു നല്ല ദിവസം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും നേരുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം ധ്യാനിക്കുന്ന വചനഭാഗം കൊളോസ്സസ് ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യം. ഇപ്രകാരമാണ്: നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. മനോഹരമായ വചനോർത്തെ പ്രിയമുള്ളവരെ, ഞാൻ പറയുന്ന വാക്കോ ചെയ്യുന്ന പ്രവൃത്തിയോ എല്ലാം കർത്താവ് യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ചെയ്യുമെന്നാണ് പറയുന്നത്. ഓർക്കുക പ്രിയമുള്ളവരെ, ദൈവകൃപയുടെയും സ്നേഹത്തിൻ്റെയും സുവിശേഷത്തിന് അനുസൃതമായി നാം നമ്മുടെ ജീവിതം നയിക്കുന്നുള്ള ഒരു മാർഗനിർദ്ദേശ തത്വമാണ് ഇവിടെ പൗലോസ് പങ്കുവയ്ക്കുന്നത്. ദൈവമഹത്വത്തിനായി ജീവിക്കുക, അതായത് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാം ചെയ്യുവാനും യേശുവിലൂടെ പിതാവായ ദൈവത്തിന് നന്ദി പറയുവാനും നമ്മോട് ഈ വചനം പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി സമർപ്പിക്കണം എന്നാണ് അർത്ഥം. ഒപ്പം തന്നെ മറ്റൊരർത്ഥം പങ്കുവയ്ക്കുന്നത് എപ്പോഴും നന്ദി ഉള്ളവരാകുക. ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു മാർഗമായ നന്ദിയുടെ പ്രാധാന്യം ഈ വചനം ഊന്നി പറയുന്നുണ്ട്. വീണ്ടും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ഈ വചനം പ്രയോഗിക്കുക, ഉപയോഗിക്കുക. എന്തിനു വേണ്ടി? ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ആഹ്വാനത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വശവും എല്ലാ തരങ്ങളും നമ്മൾ ചെയ്യണം. ഒന്നും ഒഴിവാക്കപ്പെടാനാകില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. നിങ്ങൾ എന്തു ചെയ്താലും എന്ന് അർത്ഥമാക്കുന്നത് ഈ വ്യാപകമായ ഒരർത്ഥം സൂചിപ്പിക്കുകയാണ്. ഓർക്കുക പ്രിയമുള്ളവരെ, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊളോസ്യസിലുള്ള ക്രിസ്ത്യാനികളുടെ വിശാലമായ പ്രബോധനം പങ്കുവെക്കുന്നതാണ് ഈ വാക്യം നമുക്ക് കിട്ടുന്നത്. വീണ്ടും ഈ വാക്യം പറയുമ്പോൾ പൗലോസിൻ്റെ ജീവിതമായി ഏറെ ബന്ധപ്പെടുത്തി പൗലോസ് ചിന്തിക്കുന്നുണ്ട്. പൗലോസ് ക്രിസ്തുവിൽ പഴയ വ്യക്തിത്വം ഉപേക്ഷിച്ച് പുതിയ വ്യക്തിയെ ധരിച്ചു. എങ്കിൽ പ്രിയമുള്ളവരെ, അർത്ഥമാക്കുന്നത് എല്ലാ കാര്യവും പഴയ മനുഷ്യൻ്റെ അവസ്ഥ മാറി പുതിയ വ്യക്തിയാവുമ്പോൾ നാം ചെയ്യുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതെല്ലാം യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താൻ വേണ്ടിയാണെന്ന് പൗലോസ് ഊന്നി പറയുന്ന. എങ്കിൽ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഉടനീളവും എല്ലാ കാര്യങ്ങളും യേശുവിനോട് ചേർന്ന് യേശുവിലൂടെ പിതാവിനെ മഹത്വപ്പെടുത്തി ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയായി മാറുവാൻ, കൃപയുടെ ഒരു ഉപകരണമായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ വചനം ശ്രവിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ഇതുപോലെ സംഭവിക്കട്ടെ. ഏതുപോലെ? യേശു ക്രിസ്തുവിലൂടെ, യേശു ക്രിസ്തു വഴിയായി ഏത് കാര്യം ചെയ്യുമ്പോഴും പിതാവായ ദൈവത്തിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഓരോ വാക്കും ദൈവത്തിന് വേണ്ടിയാണ്, ദൈവത്തോടു കൂടിയാണ്, ദൈവത്തോടൊപ്പമാണ്. അപ്പോൾ ഈശോ ആഗ്രഹിക്കാത്തൊന്നും പറയാനോ പ്രവർത്തിക്കാനോ ഇടവരുത്തല്ലേ. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈശ്വരാശ്വാസം തരാം. നമ്മുടെ കർത്താവായ മിശിഹാ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.